പത്തനംതിട്ടയിലെ പോക്സോ കേസ് അട്ടിമറിയിൽ ശക്തമായ നടപടിക്കൊരുങ്ങിയ ആഭ്യന്തര വകുപ്പ്. തിരുവല്ല ഡിവൈഎസ്പി നന്ദകുമാർ, ആറന്മുള സിഐ പ്രവീൺ എന്നിവർക്കെതിരെ നടപടിക്ക് ശുപാർശ. കേസിലെ പ്രതിയായ ഹൈക്കോടതി അഭിഭാഷകൻ നൌഷാദ് തോട്ടത്തിലിനെ അറസ്റ്റ് ചെയ്യാതെ ഗുരുതര വീഴ്ച വരുത്തിയെന്ന് കണ്ടെത്തൽ. ഉദ്യോഗസ്ഥർക്കെതിരെ പ്രത്യേക അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിവരങ്ങൾ നൽകാൻ ശ്രീരാജ് ബാബു ഉണ്ട്. ശ്രീരാജ്, അട്ടിമറിയിലൊടുവിൽ നടപടിയിലേക്ക് എത്തിയിരിക്കുന്നു. ഏതെല്ലാം ഉദ്യോഗസ്ഥർക്കെതിരെയാണ് നടപടി വരിക? എന്തൊക്കെയാണ് ഇവർക്കെതിരായ കണ്ടെത്തൽ? അരുൺ, ഞാൻ നേരത്തെ തന്നെ കോന്നി ഡിവൈഎസ്പി ആയിരുന്ന രാജപ്പൻ റാവുത്തറേയും അതുപോലെ തന്നെ CI ശ്രീജിത്തിനെയും സസ്പെൻഡ് ചെയ്തിരുന്നു ഇതേ കേസിൽ. അതിലാണിപ്പോൾ തിരുവല്ല ഡിവൈഎസ്പി ആയ നന്ദകുമാറും അതുപോലെ തന്നെ ആറന്മുള CI പ്രവീൺ എന്നിവർക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്തിട്ടുള്ളത്. പോലീസിന്റെ അന്തസ്സ് കളങ്കപ്പെടുത്തുന്ന രീതിയിൽ കേസ് അട്ടിമറിച്ചു എന്നാണ് നിലവിൽ ഈ റിപ്പോർട്ടിൽ കണ്ടെത്തലായിട്ടുള്ളത്. കേസിലെ പ്രതി ഒരു ഹൈക്കോടതി അഭിഭാഷകനാണ്, നൌഷാദ് തോട്ടത്തില്. ഹൈക്കോടതി അഭിഭാഷകനായ നൌഷാദ് തോട്ടത്തിലിനെ അറസ്റ്റ് ചെയ്യാതെ ഗുരുതര വീഴ്ച വരുത്തി പോലീസ് ഉദ്യോഗസ്ഥർ എന്നാണ് ഇതിൽ കണ്ടെത്തൽ ഉള്ളത്. ഉദ്യോഗസ്ഥർക്കെതിരെ പ്രത്യേക അന്വേഷണത്തിന് നിർദ്ദേശം നൽകുകയും ചെയ്തു. ചരിത്ര തെരേസ ജോൺ IPS നിലവിൽ ഇപ്പോൾ അന്വേഷണ ചുമതലയുള്ളത്. കേസ് ആദ്യം അട്ടിമറിച്ചതിലാണ് ഇപ്പോൾ ഈ കോന്നി ഡിവൈഎസ്പി ആയിരുന്ന രാജപ്പൻ റാവുത്തറും CI ശ്രീജിത്തിനെയും സസ്പെൻഡ് ചെയ്തിരുന്നത്. ഇവർക്ക് പുറമെ മറ്റൊരു നടപടിയും ഈ ഇതേ കേസിൽ തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് പത്തനംതിട്ട CWC ചെയർമാനായിരുന്ന രാജീവിനെ സസ്പെൻഡ് ചെയ്തതായിരുന്നു ആ നടപടി. അങ്ങനെ അടിമുടി ഈ പോക്സോ കേസിൽ അട്ടിമറി നടത്തുന്നതിന് വേണ്ടിയിട്ട് പല ഭാഗങ്ങളിൽ നിന്നും പ്രതിക്ക് സഹായകമായ പ്രവർത്തികൾ ഉണ്ടായി എന്ന് നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു. അതിൽ പോലീസും ഈ CWCയും ജില്ലാ CWCയും അടക്കം ഒരുമിച്ച് നിന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു 16 വയസ്സുകാരി അതിക്രൂര പീഡനത്തിന് ഇരയായ കേസാണ് ഇത്. ഇതിലാണ് അഭിഭാഷകൻ, ഹൈക്കോടതി അഭിഭാഷകൻ പ്രതിയായിട്ടുള്ളത്. ഇദ്ദേഹത്തിന്റെ അറസ്റ്റ് തടഞ്ഞുള്ള ഇടക്കാല ഉത്തരവ് കിട്ടാൻ വഴിയൊരുക്കിയത് ഈ പോലീസിന്റെ നടപടിയാണ് എന്നാണ് നിലവിൽ കണ്ടെത്തലുള്ളത്. ആ കണ്ടെത്തലിനെ തുടർന്നാണ് ഡിവൈഎസ്പി നന്ദകുമാർ, തിരുവല്ല ഡിവൈഎസ്പി നന്ദകുമാർ, ആറന്മുള CI ആയിട്ടുള്ള പ്രവീൺ എന്നിവർക്ക് നിലവിൽ നടപടിയെടുക്കാൻ ശുപാർശ ചെയ്തിട്ടുള്ളത്. ഇവർ പോലീസിന്റെയും അതുപോലെ തന്നെ സർക്കാരിന്റെയും അന്തസ്സ് കളങ്കപ്പെടുത്തുന്ന രീതിയിൽ കേസ് അട്ടിമറിച്ചു എന്നാണ് കണ്ടെത്തലുള്ളത്. നേരത്തെ ഇതേ കേസിൽ തന്നെ കോന്നി ഡിവൈഎസ്പി ആയിരുന്ന രാജപ്പൻ റാവുത്തർ, CI ആയിരുന്ന ശ്രീജിത്ത് എന്നിവരെ സസ്പെൻഡ് ചെയ്തിരുന്നു. അരുണ്യ, ഇതിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ പ്രത്യേക അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശക്തമായ നടപടിക്കാണ് ആഭ്യന്തര വകുപ്പ് ഒരുങ്ങുന്നത്. ശ്രീരാജ് ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.